നമുക്കിന്ന് നമ്മുടെ പറമ്പിൽ നിന്ന് ഒരു 3-4 ചെറിയ പച്ചച്ചക്ക കിട്ടി കേട്ടോ. ഇത്രയും നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ബാക്കി ഇനി ഒരു ചക്കയും കൂടെ റെഡിയാക്കാനുണ്ട്. അതവിടെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ ഇതിവിടെ കൊണ്ടുവന്ന് ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് ഒന്ന് അരിഞ്ഞ് വേണ്ടത് ഇതിനകത്തേക്ക് ഇടാൻ പോവാം. എന്നിട്ട് നമ്മൾ നല്ല അസൽ തേങ്ങ അരച്ച് ചക്കപ്പുഴുക്ക് ഒരു സ്പെഷ്യൽ രീതിയിലുണ്ടാക്കും. അതുണ്ടാക്കുമ്പോൾ ഞാൻ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് അന്നേരം ഇടാം കേട്ടോ. നമ്മൾ ഫുൾ അരിഞ്ഞ് കുക്കറിലാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് കുക്കറിലാക്കിയിട്ട് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ 1 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് 2 സ്റ്റീം വരുന്നവരെ വേവിച്ചെടുക്കുക കേട്ടോ. നമ്മളിതിലേക്ക് ആവശ്യമുള്ള അരപ്പ് അരയ്ക്കാൻ പോവാണ്. കുറച്ച് തേങ്ങ, പിന്നെ പച്ചമുളക് ഇല്ലാത്തതുകൊണ്ടാണ് മുളക് പൊടി ഇട്ടത്. പച്ചമുളകുള്ളവർക്ക് പച്ചമുളക് ഇടുക. പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ ചുവന്നുള്ളി, പിന്നെ ഇഞ്ചി, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, എന്നിട്ട് അരച്ചെടുക്കുക. അപ്പോൾ അതേ അരപ്പ് നമ്മൾ നല്ല സെറ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ചുവന്നുള്ളി മാത്രം കടുക് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ചതച്ചെടുക്കണം. അതിന് കൂടത്തിൽ കുറച്ച് കറിവേപ്പില കൂടി. നമുക്ക് കടുക് പൊട്ടിച്ച് സെപ്പറേറ്റ് ഇടാനാണ്. അപ്പോൾ നമ്മുടെ ചക്ക ഇവിടെ വെന്ത് സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. 2 വിസിലേ ആക്കിയുള്ളൂ. അപ്പോഴത്തേക്ക് നമ്മുടെ ചക്ക വേകും. നമുക്കിതിനകത്തേക്ക് അരപ്പിട്ടിട്ട് മിക്സാക്കാം. ഇതാണ് നമ്മൾ നേരത്തെ അരച്ച് വെച്ച അരപ്പ്. ഇതാണ് ഇത് ഫുള്ളിട്ടിട്ട് മിക്സാക്കാം കേട്ടോ. നമ്മളൊരു ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിക്കുകയാണ്. കുറച്ച് കടുകിടുക. ശരിക്കും പൊട്ടുന്നവരെ വെയിറ്റ് ചെയ്യട്ടോ. നമ്മുടെ കടുക് ഇവിടെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമുക്ക് നേരത്തെ ചതച്ച ചുവന്നുള്ളിയും കറിവേപ്പിലയും ഇതിപ്പം ഇങ്ങോട്ടിടാം. ഇനി നമുക്ക് കുറേശ്ശെ നമ്മുടെ ഈ ചക്ക മിക്സ് അങ്ങോട്ട് ഇട്ടിട്ട് ഇളക്കിയെടുക്കാം.